സൂപ്പർ ലീഗ് ഫുട്ബോൾ 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തികച്ചും മോശം ഫോമിലാണുള്ളത്. സീസണിൽ ഇതുവരെ കളിച്ച 10 മത്സരങ്ങളിൽ 5ലും ക്ലബ്ബ് പരാജയപ്പെട്ടു. ഈ സീസണിൽ പ്ലേ ഓഫിൽ കളിക്കാൻ സാധിക്കുമോ എന്നതും ആശങ്കയായി തന്നെ തുടരുകയാണ്. പോയിന്റ് ടേബിളിൽ ആദ്യ 6 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകളാണ് പ്ലേ ഓഫ് കളിക്കുക. 10 മത്സരങ്ങളിൽ 3 ജയവും 2 സമനിലയും നൽകിയ 11 പോയിന്റുമായി 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. 2024-25 സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചില കളിക്കാർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ക്ലബ് സിഇഒ അഭിക് ചാറ്റർജി. ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് മറച്ചുവെച്ചിട്ട് കാര്യമില്ലെന്നും അഭിക് ചാറ്റർജി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്ര താരങ്ങൾ ടീമിലേക്ക് എത്തുമെന്നോ ഏത് പൊസിഷനിലേക്കുള്ള കളിക്കാരാണ് എത്തുകയെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിന്റെ തുടക്കം മുതലുള്ളതും എന്നാൽ ഇതുവരെ ഒരു ട്രോഫി പോലും ഇല്ലാത്തതുമായ ഏക ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആണെന്നും അഭിക് ചാറ്റർജി തുറന്നു സമ്മതിച്ചു. എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ക്ലബിലേക്ക് ട്രോഫികൾ എത്തുകയെന്നും അക്കാര്യത്തിൽ വ്യക്തിപരമായ അനുഭവം തനിക്കുണ്ടെന്നും ഒഡീഷ എഫ്സിക്കൊപ്പം സൂപ്പർ കപ്പ് ഫുട്ബോൾ ട്രോഫി സ്വന്തമാക്കിയത് സൂചിപ്പിച്ചുകൊണ്ട് അഭിക് ചാറ്റർജി പറയുന്നുണ്ട്. 2014 പ്രഥമ ISL മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ട രംഗത്തുണ്ടെങ്കിലും 3 തവണ ഫൈനലിൽ പ്രവേശിച്ചത് മാത്രമാണ് ഇതുവരെയുള്ള നേട്ടം. 2024-25 സീസണിൽ പ്ലേ ഓഫ് സാധ്യതയിൽ നിന്ന് നിലവിൽ പുറത്താണ് ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ 3 സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിച്ചിരുന്നു. ഗോൾ കീപ്പിംഗ് ആണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സച്ചിൻ സുരേഷ്, സോംകുമാർ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 2024-25 സീസണിലെ ഗോൾ കീപ്പർമാർ. ഗോൾ കീപ്പിംഗിലെ പിഴവ് പരിഹരിക്കാതെ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ പ്ലേ ഓഫിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതുപോലെ പരിഹരിക്കപ്പെടേണ്ട മറ്റൊരു പ്രശ്നം ക്ലിനിക്കൽ ഫിനിഷിംഗ് ഇല്ല എന്നതാണ്. ലഭിക്കുന്ന ചെറിയ അവസരം പോലും മുതലാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. മൈതാനത്ത് വെറുതെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി അവസരങ്ങൾ തുറക്കുന്നതല്ലാതെ അത് ഗോളാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. FC ഗോവയ്ക്കെതിരെ നോഹ സദേയി, ജെസ്യൂസ് ജിമനസ് എന്നിവർക്ക് ലഭിച്ച അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കാത്തത് ഇതിന്റെ ഉദാഹരണമാണ്. അതുപോലെ ഇഞ്ചുറി ടൈമിൽ സന്ദീപ് സിംഗ് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ പന്ത് പുറത്തേക്കടിച്ചതും ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യബോധമില്ലായ്മയുടെ ഉദാഹരണമാണ്. ഡിസംബർ 7 എവേ പോരാട്ടത്തിൽ ബംഗളൂരു FCക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ലീഗ് ടേബിളിൽ 20 പോയിന്റുമായി 1ാം സ്ഥാനത്താണ് ബംഗളൂരു FC. ലീഗ് പോയിന്റ് ടേബിളിൽ ആദ്യ 6 സ്ഥാനങ്ങളിൽ കടന്ന് പ്ലേ ഓഫിൽ കടക്കാനെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഉണർന്ന് കളിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്.